ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മൾ രാമായണ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ശബരി ആശ്രമ പ്രവേശനം ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ മാതക മഹർഷിയുടെ ആശ്രമത്തിൽ അനേകകാലമായി ശബരി എന്ന കാട്ടുജാതിയിൽപ്പെട്ട ആ ഭക്തയായ ആ തരുണി ഭഗവാനെ കാത്തിരിക്കുകയാണ്. ഭഗവാന്റെ ആ രൂപം നേരിൽ കണ്ട് സായുജ്യമടഞ്ഞ് മുമുക്ഷിയായി മാറുവാൻ വേണ്ടി ഗുരുവിൻ്റെ നിയോഗമനുസരിച്ച് കാലാന്തരങ്ങളായി അവിടെ ഭഗവാനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ അവിടെ കാത്തിരിക്കുന്നു എന്ന് ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തത് കബന്ധനായിരുന്നു. കബന്ധൻ ഗന്ധർവനായിരുന്നു. അഷ്ടാവക്ര മഹർഷിയുടെ ശാപം കൊണ്ട് അഷ്ടാവക്ര മഹർഷിയുടെ ആ രൂപം കണ്ടിട്ട് അദ്ദേഹത്തിനെ കളിയാക്കുമ്പോൾ ആ ഗന്ധർവനെ, സുന്ദരഗാത്രനായ ഗന്ധർവനെ അഷ്ടാവക്ര മഹർഷി ശപിച്ചാണ് കബന്ധൻ തലയും ഉടലും എല്ലാം, ഉടലല്ലാതെ മറ്റൊന്നും ശരീരം തലയും ഒന്നുമില്ലാത്ത ഒരു കണ്ടാൽ ഭീകരമായി അറയ്ക്കുന്ന ഒരു രൂപമായി മാറി അങ്ങനെ ഒരു രാക്ഷസനായി വനത്തിൽ ജീവിക്കുമ്പോൾ മുനിയുടെ ശാപത്തിന് ശേഷം മുനി ശാപത്തിന് ഒരു പരിഹാരവും പറഞ്ഞു കൊടുക്കുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവായി ഭഗവാൻ അവതരിക്കുമ്പോൾ നിന്റെ കരങ്ങൾ ഛേദിക്കും, അപ്പോൾ നിനക്ക് മോക്ഷവും സംഭവിക്കും എന്ന്. അങ്ങനെയാണ് ശ്രീരാമചന്ദ്രനാൽ കബന്ധന് മോക്ഷം കിട്ടി. കബന്ധൻ്റെ ചിതയൊക്കെ ഭഗവാനും ലക്ഷ്മണകുമാരനും തന്നെയാണ് അവിടെ ഒരുക്കുന്നത്. അങ്ങനെ ആ കബന്ധൻ ഗന്ധർവനായി തിരികെ പോകുന്നതിന് മുമ്പാണ് ശബരി ആശ്രമത്തിൽ എത്തുകയും മാതംഗാശ്രമത്തിലെത്തി ശബരിയെ കാണണമെന്നും ശബരി സീതാദേവി ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം തരും. ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ സീതാദേവിയെ ലഭിക്കാൻ എളുപ്പമാകുമെന്നും ഉള്ള ഉപദേശം കബന്ധനിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ കബന്ധൻ സ്വർഗം പോകുന്നു. അതിനുശേഷം മാതംഗാശ്രമത്തിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ശബരിയെ കാണുന്നു. അപ്പോൾ ആ ശബരി ആശ്രമ പ്രവേശത്തിൽ സന്തുഷ്ടയായ ശബരി ഭഗവാനെ സ്തുതിക്കുന്നു. ജന്മാന്തരങ്ങളായി കാത്തിരിക്കുന്നു. എൻ്റെ ഗുരുവിൻ്റെ വചനം സത്യമായി ഇടുന്നു. വാക്കുകളിലൂടെയും നാമജപങ്ങളിലൂടെയും ഒക്കെ കാണാൻ മാത്രം യോഗികൾക്ക് പോലും കാണുവാൻ അങ്ങനെ പറ്റത്തുള്ള അങ്ങയുടെ രൂപം ഇവിടെ നേരിട്ട് എൻ്റെ കണ്ണിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ചക്ഷസ് കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ മുനികൾക്ക് വലിയ മഹായോഗികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സിദ്ധിയാണല്ലോ എനിക്ക് ഭഗവാൻ തന്നത്. ഞാനോ ഏറ്റവും മോശമായ ഒരു താഴ്ന്ന കുലത്തിൽപ്പെട്ടവളും, എന്നിട്ടും എന്നെ അവിടുന്ന് രക്ഷിച്ചല്ലോ. അവിടുത്തെ ഈ രൂപം കാണാൻ എനിക്ക് സായുജ്യം അടയാൻ എനിക്ക് മാർഗമുണ്ടാക്കി തന്നല്ലോ എന്ന് ശബരി പറയുമ്പോൾ ഭഗവാൻ പറയുന്നു, എന്താണ് മുമുക്തി അല്ലെ മോക്ഷമാർഗത്തിനുള്ള മുക്തിപദത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ശബരിയോട് ഭഗവാൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഭക്തി ഒഴിഞ്ഞ് ഒന്നുമില്ല മറ്റെങ്ങും ഒരു കാരണം എന്നെ ലഭിക്കുവാൻ. എന്നെ നിനക്ക് അല്ലെങ്കിൽ ഏതൊരു ഭക്തനും ഏതൊരു വ്യക്തിക്കും എന്നെ ലഭിക്കണമെങ്കിൽ അവിടെ പാണ്ഡിത്യമോ വലിയ വലിയ ജ്ഞാനമോ ഒന്നുമല്ല അവിടെ വേണ്ടത്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ശബരിയോട്, മുക്തി വന്നിടുവാൻ മറ്റേതും എനിക്ക് ആവശ്യമില്ല. പിന്നെന്താണ്? തീർത്ഥസ്നാനാദികൾ, തീർത്ഥങ്ങളാടുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളിൽ, പുണ്യപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും ഭഗവത് സങ്കേതങ്ങളിലും ഒക്കെ പോയി തീർത്ഥാടനം നടത്തി വന്നാലും, തപസ്സനുഷ്ഠിച്ചാലും, ദാനധർമാദികൾ ചെയ്താലും, വേദാന്ത അധ്യയനങ്ങൾ നടത്തിയാലും, 4 വേദങ്ങളും അതിനോട് ചേർന്നുള്ള വേദാംഗങ്ങളും ആരണ്യകങ്ങളും ഇങ്ങനെയുള്ളവയെല്ലാം അധ്യയനം ചെയ്താലും, അതുപോലെ തന്നെ ക്ഷേത്ര ഉപവാസങ്ങൾ, ക്ഷേത്രങ്ങളിൽ പോയി നിത്യേന ദർശനം നടത്തി ഉപവാസങ്ങൾ അനുഷ്ഠിച്ചാലും, പിന്നെയോ യാഗങ്ങൾ
അതുപോലെയുള്ള വലിയ വലിയ യാഗങ്ങളോ കർമ്മങ്ങളോ എന്തെല്ലാമാണോ ഇവിടുത്തെ ഈശ്വരീയമായ കർമ്മങ്ങൾ എന്തൊക്കെയാണോ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആ കർമ്മങ്ങൾ എന്തൊക്കെ അനുഷ്ഠിച്ചാലും എന്നെ കിട്ടുകയില്ല എന്ന് ഭഗവാൻ ശബരിയോട് പറയുകയാണ്. പിന്നെയോ, അപ്പോൾ തീർത്ഥാടനങ്ങളിലേക്ക് പോയാലും ക്ഷേത്ര ആരാധന നടത്തിയാലും യാഗാദി കർമ്മങ്ങൾ ചെയ്താലും തപസ് അനുഷ്ഠിച്ചാലും ഒരു കാര്യവുമില്ല. എന്താണ് പിന്നെ ഭഗവാനെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നിനാലും ഈ പറഞ്ഞ കാര്യങ്ങളിലെങ്ങും ഒരു കാര്യവുമില്ല എന്നെ ലഭിക്കുവാൻ. പിന്നെയോ, ഭക്തിയല്ലാതെ മറ്റൊരു കാര്യവും എന്നെ ലഭിക്കുവാൻ ഉണ്ടാവുകയില്ല എന്ന് ശബരിയോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തി മാർഗം മാത്രമാണ് എന്നെ ലഭിക്കുവാൻ, അല്ല ആത്മസാക്ഷാത്കാരം നേടുവാൻ ഉണ്ടാകുന്ന ഏക മാർഗം എന്ന് ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭു ശബരിയോട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തി സാധനയ്ക്കുള്ള കാര്യങ്ങളും ഭഗവാൻ ശബരിയോട് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭക്തി സാധനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ, നവവിധമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അല്ലയോ ഉത്തമേ, നീ അത് കേട്ടുകൊള്ളൂ. ഭക്തി സാധനയിലൂടെ മുക്തി ലഭിക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് മുഖ്യമായിട്ടുള്ളതെന്ന് പറയുകയാണ്. ഒന്നാമതായിട്ട് ഭഗവാൻ പറയുന്നു സജ്ജന സംഗമം. സജ്ജനങ്ങളുമായി സംഗമിച്ച് സത്സംഗങ്ങളിൽ ഏർപ്പെടുക. ഭഗവത് കാര്യങ്ങൾ പറയുന്ന വ്യക്തികളുമായി മാത്രം സംഘം ചെയ്യുക. അവരുടെ വായിൽ നിന്ന് വീഴുന്ന, നാവിൽ നിന്നുതിരുന്ന വാക്കുകൾ അമൃതം പോലെ നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തും എന്നാണ് ഭഗവാൻ ആദ്യം തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നത്, സജ്ജന സംഗമം. രണ്ടാമത്തേതോ മൽകഥ ആലാപനം. മൽകഥ, എൻ്റെ കഥ, എൻ്റെ കഥകൾ, ഭഗവാന്റെ കഥകൾ ആലാപനം ചെയ്യുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് വായിക്കുക, അല്ലെങ്കിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ ഭഗവത് കഥകളിലൂടെ എന്ത് ചെയ്യണം? ഭക്തി വർദ്ധിപ്പിക്കണം. ഭഗവത് കഥകൾ, ഇപ്പോൾ വേദവ്യാസ മഹർഷി പോലും എല്ലാ പുരാണങ്ങളും എഴുതിയിട്ടും വേദങ്ങൾ രചിച്ചിട്ടും വേദാന്തങ്ങൾ എഴുതിയിട്ടും ആരണ്യകങ്ങളും ഉപനിഷത്തുകളെല്ലാം എഴുതിയതിന് ശേഷം അദ്ദേഹത്തിനൊരു സമാധാനം, ഒരു തൃപ്തി, അദ്ദേഹത്തിന് സന്തോഷമില്ല. നമ്മൾ എന്ത് ആത്മനിഷ്ഠമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, ആ കർമ്മങ്ങളിലൂടെ നമുക്കൊരു സന്തോഷം ലഭിക്കും. അതൊരു പൂർണ്ണമായ തൃപ്തി ലഭിക്കുന്ന കർമ്മങ്ങളാണ് എങ്കിൽ. പക്ഷേ ഇത്രയും പുരുഷായുസ് മുഴുവൻ എടുത്ത് ഓരോന്നും ചെയ്തിട്ടും അദ്ദേഹത്തിന് തൃപ്തി ലഭിച്ചില്ല, സന്തോഷം ലഭിച്ചില്ല. ഇത് ഞാൻ ഇത്രയൊക്കെ എഴുതിയിട്ട് എനിക്ക് മനസ്സിനൊരു സന്തോഷമില്ലല്ലോ. ചിലർക്ക് ആ മനസ്സിൽ തോന്നുന്ന അന്നേരത്തെ ആ വികാര വിക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ ആ മാനസികമായ സമ്മർദ്ദങ്ങൾ ഒരു പേപ്പറിലേക്ക് കുറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡയറിയിലേക്ക് കുറിച്ച് കഴിഞ്ഞാൽ മനസ്സിന് വളരെ ആനന്ദം ലഭിക്കും. പക്ഷേ നമ്മുടെ വേദവ്യാസ മഹർഷിക്ക്, കൃഷ്ണദ്വൈപായനന്, ആ ബാദരായണനായ നമ്മുടെ മഹർഷിക്ക് സന്തോഷം ലഭിച്ചില്ല, ഇത്രയും എല്ലാം എഴുതിയിട്ടും. അപ്പോൾ നാരദ മഹർഷിയാണ് പറയുന്നത്, ഭഗവത് കഥകൾ എഴുതൂ, ഭഗവാനെ സ്തുതിക്കൂ, അപ്പോഴേ നമ്മുടെ ജീവിതത്തിനും പുണ്യം ലഭിക്കൂ, മനസ്സിന് തൃപ്തി ലഭിക്കൂ, ആത്മാവിൻ്റെ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ഭാഗവതം, ഭഗവാന്റെ കഥകൾ, ഭഗവാൻ ജനിക്കുന്ന മുതൽ സ്വധാമത്തിലേക്ക് പോകുന്നവരെയുള്ള ആ 12ാമത്തെ പുരാണമായ ഭാഗവതം രചിച്ചത്. ആ ഭാഗവതം രചിച്ചതിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സർവ്വ കൽമഷങ്ങളും മാറി മനസ്സിന് പൂർണ്ണ സംതൃപ്തി കൈവരികയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവത് കഥകളിലൂടെ, ആ കഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന അനിതരമായിട്ടുള്ള, അമൂല്യമായിട്ടുള്ള, അനർഘമായ ഒരു സാന്നിധ്യമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഒരു ഭക്തി വർദ്ധിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠം ഇന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഭാഗവതം തന്നെയാണ്. ഭാഗവതം വായിച്ചു മനസ്സിലാക്കുകയോ അല്ലെ ആ ഭഗവത് കഥകളെക്കുറിച്ച് കേൾക്കുകയോ ഭക്തിപൂർവം അത് കേൾക്കുമ്പോൾ, അല്ലെ ഭക്തിപൂർവ്വം അത് പ്രചരിപ്പിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതിയും മാനസികമായ ഒരു ഉയർച്ചയും ഒരനുഭൂതിയും ഒക്കെ ഉണ്ട്. ഭക്തിയുടെ തലത്തിലേക്ക് ഉയരുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഭാഗവതം തന്നെ. അപ്പോൾ അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതിൻ്റെ കഥകൾ, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന ആ ഉയർച്ച, അതെല്ലാം നമ്മൾ നേടുക തന്നെ വേണമെന്ന് ഭഗവാൻ പറയുന്നു. പിന്നെയോ ഭഗവാൻ മൂന്നാമതായി പറയുന്നു, മദ്ഗുണോരണം, എൻ്റെ ആ ഗുണങ്ങൾ, എന്നെക്കുറിച്ചുള്ള കഥകൾ, എന്നെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന എവിടെയൊക്കെയാണോ ഭഗവാനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അതിനെക്കുറിച്ച്
എല്ലാം അത് വായിച്ചും മനനം ചെയ്യുക. അത് വായിച്ചാൽ മാത്രം പോരാ, അതെല്ലാം മനസ്സിൽ സ്വാധ്യായങ്ങളായി നിധിധ്യാസനങ്ങളായി ഇങ്ങനെ നിരന്തരം കൊണ്ടു നടക്കുക. വായിക്കും തോറും കേൾക്കും തോറും അറിയും തോറും മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കുക. അങ്ങനെയാണ് ഭക്തി വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ശബരിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശബരിക്ക് മാത്രമല്ല, ഭക്തിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ശബരികളായ നാം ഓരോരുത്തർക്കും വേണ്ട ഉപദേശങ്ങളാണ്. അപ്പോൾ ഭഗവത് തത്വങ്ങൾ പ്രചരിപ്പിക്കുക. അടുത്തത് ഭഗവാൻ നാലാമതായിട്ട് പറയുകയാണ്, രാമായണത്തിൽ ഈ ശബരി ആശ്രമ പ്രവേശത്തിൽ ശബരി എന്ന് പറയുന്ന ആ മഹത് വനിതയോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങളാണ് ഇവയെല്ലാം. നമ്മൾ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വരികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക, അറിഞ്ഞ കാര്യങ്ങൾ, ഭഗവാനെക്കുറിച്ച് അറിഞ്ഞ തത്വങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഭഗവത് ഭക്തരുടെ ദാസ്യവൃത്തി ചെയ്യുക. ഭഗവത് ഭക്തന്മാരായും ഭക്തരായിട്ടുള്ളവരുടെ പാദസേവ ചെയ്യുക. അവർക്ക് വേണ്ടുന്ന സത്കർമ്മങ്ങൾ, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിർവഹിക്കുക. നമ്മൾ അതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യുകയോ അല്ലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയോ ചെയ്യുന്നത്, അത് ഭഗവത് ഭക്തന്മാർക്കായിരിക്കണം. എങ്കിലേ അവിടെ ഭഗവാന്റെ പ്രസാദം 4 മടങ്ങ് വർദ്ധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ സഹായിച്ചാൽ അതൊരു ഭഗവത് ഭക്തരൊന്നുമല്ല. അത് വാങ്ങിച്ച് അത് അവരെന്ത് ആവശ്യത്തിന് വിനിയോഗിച്ചാലും അത് ഭക്തിയുടെ ഒരു നിറവിലേക്ക് വരുന്നില്ല. നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ എപ്പോഴും നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ഭക്തർക്കായിരിക്കണം, അല്ലെ ഭഗവത് ഭക്തർക്കോ ആ ഭക്തന്മാരുടെ ഭക്തന്മാർക്കോ ഒക്കെ ആവണം. അതാണ് ഭഗവത് ഭക്തന്മാരുടെ അതുപോലെ ഭക്തരായിട്ടുള്ളവരെ കണ്ടാൽ, ഭഗവത് ഭക്തന്മാരെ കണ്ടുകിട്ടിയാൽ അവരുടെ ദാസ്യവൃത്തി ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനും സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ പിന്നീട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, യമനിയമാദികൾ ോടുകൂടി പുണ്യശീലങ്ങളോടെ നിത്യം എന്നെ പൂജിക്കുക. യമനിയമാദികൾ, അത് മുൻപൊരു വീഡിയോയിൽ യമനിയമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ ശുദ്ധിയോട്, വൃത്തിയോട്, മനഃശുദ്ധിയോട്, വാക്ശുദ്ധിയോട്, നമ്മുടെ ശരീരശുദ്ധിയോടൊക്കെ എപ്പോഴും നല്ല ശുദ്ധിയോടുകൂടി നമ്മുടെ ഭൗതികമായ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് നാം യമനിയമാദികൾ പാലിച്ച് ഭഗവാനെ പൂജിക്കുക. നിത്യേന മുടക്കം കൂടാതെ, മുട്ടില്ലാതെ പൂജിക്കാൻ എന്നാണ് ശബരിയോട് ഭഗവാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസവും മുടക്കം കൂടാതെ ഭഗവാനെ പ്രാർത്ഥിക്കുക, അല്ലെ പൂജിക്കുക. ഇതൊക്കെയാണ് ഭക്തിയിലേക്ക് വരുന്ന, അത് ഭക്തി ഒന്ന് ഉറച്ചു കിട്ടുവാൻ വേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഭഗവാൻ പറയുന്നു, 8ാമത്തെ കാര്യമായിട്ട് ഭഗവാൻ കൊടുക്കുന്നു, സർവബാഹ്യാർത്ഥങ്ങളിലും വൈരാഗ്യം സംഭവിക്കണം. സർവബാഹ്യാർത്ഥങ്ങളിലും, ബാഹ്യമായി കാണുന്ന എല്ലാ സുഖഭോഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാറ്റിലും നമ്മെ എന്തെല്ലാമാണോ നമ്മുടെ മനസ്സിനെ ആകർഷിച്ചിരുന്നത് അല്ല അലട്ടിക്കൊണ്ടിരുന്നത്, നമ്മളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് ഏറ്റവും അടുപ്പമുള്ള കാര്യങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടിയാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിരക്തി, ഒരു അകൽച്ച നാം സ്വയം അനുഭവിക്കുക, സ്വയം നേരിടുക. ആ ഒരു അകൽച്ചയിലൂടെ എല്ലാറ്റിൽ നിന്നുമുള്ള ഒരു ക്രമേണ ഒരു അകലം പാലിക്കുക. അത് ഭക്തിയിലേക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു അകൽച്ച എല്ലാറ്റിലും ഉണ്ടാകും. നമ്മൾ നേരത്തെ ആസക്തി കാണിച്ച പല കാര്യങ്ങളോടും നമുക്കൊരു അകൽച്ചയുണ്ടായി, അത് ക്രമേണ ഒരു അകലത്തിലേക്ക് പോകും. അതൊന്നും നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. എന്നെ സന്തോഷിപ്പിക്കുന്ന ഏക വിഷയം ഭഗവാനുമായിട്ടുള്ള വ്യക്തികളും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഭഗവത് സന്ദേശങ്ങളും കഥാശ്രവണങ്ങളും കീർത്തന ആലാപനങ്ങളും ഒക്കെയാണ് എന്ന ഒരു പൂർണ്ണമായ ഉറപ്പിലേക്ക് വന്ന് നമ്മൾ മാറും. അതാണ് സർവബാഹ്യാർത്ഥങ്ങളിലും നമുക്ക് വൈരാഗ്യം വരണമെന്നും. അവസാനം 9ാമത്തെ കാര്യമായി ഭഗവാൻ പറയുന്നു, സർവഭൂതങ്ങളിലും ഞാൻ തന്നെയാണ് ആത്മാവെന്ന് ഉറപ്പിക്കുക. സർവഭൂതങ്ങളിലും, ഇവിടെ കാണുന്നതെല്ലാം ഭൂതങ്ങളാണ്, ഭഗവാന്റെ സൃഷ്ടികളാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്ന ആത്മചൈതന്യം ഞാൻ തന്നെയാണ് എന്ന ആ ഒരു സത്യം, ആ തത്വം മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചിത്തശുദ്ധി ഉണ്ടാകും. ആ ചിത്തശുദ്ധിയിലൂടെയാണ് നമ്മൾ ശരിയായ
ഭഗവത് ദർശനത്തിലേക്ക് പോകുന്നത്. ഭഗവാൻ ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും നിർമ്മലമായ, ഏറ്റവും അനർഘമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഭഗവാന്റേത്. ഈ ഭഗവാന്റെ ഈ ബ്രഹ്മത്തിൽ തന്നെയാണ് അശുദ്ധിയും ശുദ്ധിയും എല്ലാം നിലകൊള്ളുന്നത്. പക്ഷേ ഇതൊന്നും ഭഗവാനെ ബാധിക്കുകയില്ല. എത്ര മോശമായിട്ടുള്ള മനസ്സുള്ളവരും, എത്ര മോശമായിട്ടുള്ള അന്തരീക്ഷവും, എത്ര മലിനമായിട്ടുള്ള സാഹചര്യവും ഈ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. ഇതെല്ലാം ഭഗവാന്റെ ഭാഗമാണ്. പക്ഷേ ഈ ഗുണങ്ങൾക്കും നിർഗുണങ്ങൾക്കും, ഇതിന് എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്, നിർഗുണനാണ് ഭഗവാൻ. അപ്പോൾ ഈ ദോഷങ്ങളും നന്മകളും ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ 100 കോടി സൂര്യപ്രഭയിൽ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ഊർജം പകരുന്ന ആ ബ്രഹ്മസ്വരൂപനാണ്. അദ്ദേഹത്തെ വർണ്ണിക്കുവാൻ ആർക്കും ആവില്ല. അപ്പോൾ ആ അനന്തകോടി ശക്തി വിശേഷത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നിർമ്മലത്വമാണ്. ആ നിർമ്മലത്വവും നാം നേടിയെടുക്കണം. അതാണ് മനഃശുദ്ധി, ചിത്തശുദ്ധി. അത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ, നവവിധമായിട്ടുള്ള ഭാവങ്ങളിലൂടെയാണ് നമ്മൾ യഥാർത്ഥ ഭക്തിയിലേക്ക് പോകുന്നത്. അല്ലാതെ നാം ഭക്തരാണെന്ന് കാണിക്കുവാൻ ക്ഷേത്രങ്ങളിൽ പോവുകയും കുറിയിടുകയും തീർത്ഥാടനങ്ങളാടുകയും അതൊന്നും ഭക്തിയിലേക്ക് എത്തുന്നില്ല. ഇതിനേക്കാളെല്ലാം വലുതാണ്. ഇതൊന്നും വേണ്ട എന്നല്ല ഭഗവാൻ പറഞ്ഞു. അതൊന്നും എന്നെ ലഭിക്കുവാനുള്ള മാർഗമല്ല. എന്നെ ലഭിക്കുവാൻ ഓരോ വ്യക്തിക്കും വേണ്ടത് എന്താണ്? പരമമായ ഭക്തിയാണ്. ആ ഭക്തി എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് 9 കാര്യങ്ങളിലൂടെ ഭഗവാൻ ഇവിടെ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ വഴികളിലൂടെ നാം താനെ സഞ്ചരിക്കും. ഭക്തി നമ്മുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ, പൗരാണികമായ ഭാരതീയ സനാതന ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് പണ്ഡിതന്മാരായാലും അല്ലെ കുണ്ടലിനി നാഡിയെ ഉണർത്തി യോഗയെല്ലാം അഭ്യസിച്ച് വലിയ വിധത്തിലുള്ള യോഗാചര്യങ്ങളൊക്കെ ആചരിക്കുകയും ധ്യാന നിമഗ്നരായിരുന്നാലും ഭക്തിയില്ലെങ്കിൽ അവർക്ക് ഭഗവാനെ ലഭിക്കുകയില്ല. പരമമായ മോക്ഷം, മുക്തി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുമുക്ഷുക്കളായി മാറുവാൻ കഴിയില്ല. ഒരു സാധനയ്ക്കും അതിന് കഴിയില്ല. ഭക്തിയാണ് എല്ലാറ്റിൻ്റെയും ബേസ്മെന്റ്, അടിസ്ഥാനം. ആ ഭക്തിയുള്ള വ്യക്തി ധ്യാനത്തിലേക്ക് പോയാൽ ഭഗവാനെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഭക്തിയിലൂടെയാണ് ഭഗവാൻ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എന്നും എൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഭഗവാനാണ് എന്ന് ഭക്തർക്ക് അത് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. പണ്ഡിതർക്ക് തിരിച്ചറിവുണ്ടാവുകയില്ലത്. അപ്പോൾ ആ ഭക്തി പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾ അത് അനുഭവിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി എന്നിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യത്തെ എനിക്ക് അനുഭവിക്കണം എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലേക്ക് യോഗയിലേക്ക് പോവുകയും ആ നിർവികൽപ്പ സമാധിയിലൂടെ, യോഗയിലൂടെ നാം ഭഗവാനെ അനുഭവിക്കുകയും ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടുള്ള ചുരുക്കം ചിലർക്കേ പറ്റുകയുള്ളൂ. കാരണം ഭഗവാനെ അന്വേഷിക്കുകയും അനുഭവിക്കുകയും അല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യങ്ങളും. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഭക്തി അന്വേഷിക്കുന്നത്. അതിന് ഭഗവാനെ ലഭിക്കുവാനുള്ള ഭക്തി അല്ലത്. യഥാർത്ഥത്തിലുള്ള ചിത്തവിശുദ്ധി ഉണ്ടാകുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഭക്തരായിട്ടും ക്ഷേത്ര ദർശനം നടത്തിയിട്ടും പാരായണങ്ങൾ നടത്തുന്നവരും സത്സംഗം കേൾക്കുന്നവരും ഒന്നും അവർക്ക് ചിത്തശുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിന് മാറ്റം വരാത്തത്. അല്ലെങ്കിൽ യഥാർത്ഥ ഭക്തർക്ക് മനസ്സ് മാറും. അവർ എല്ലാറ്റിനെയും ഭഗവാൻ പറഞ്ഞത് 9ാമത്തെ കാര്യം പറഞ്ഞതുപോലെ ഭൂതങ്ങളിലും ഞാൻ തന്നെയാണ് അന്തര്യാമിയായിരിക്കുന്ന ചാലകശക്തി എന്ന തിരിച്ചറിവ് വരും മനോമാലിന്യം കഴുകിക്കളഞ്ഞ വ്യക്തിക്ക്. അതും ആ മാലിന്യമെല്ലാം നീങ്ങിപ്പോകണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ കഴിയൂ എന്നാണ് ഭഗവാൻ അടിവരയിട്ട് ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭു ശബരിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏകാന്ത ഭക്തി. അതാണ് ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് ഹരിനാരായണായ നമ എന്ന് എഴുത്തച്ഛൻ ചോദിച്ചത്. ആരും അറിവുള്ള ആരും ഭഗവാനെ ആഗ്രഹിക്കുന്ന ആരും ഭഗവാൻ സ്വരൂപത്തിൽ മുന്നിൽ വന്ന് നിന്നാൽ ആദ്യം ആവശ്യപ്പെടുന്നത് നിനക്ക് എന്ത് വരവാണ് കുഞ്ഞെ വേണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം ആവശ്യപ്പെടുന്നത് ഭഗവാന്റെ തത്വം മനസ്സിലാക്കുന്ന ഏവരും ആഗ്രഹിക്കുന്നത് ഏകാന്തമായ ഭക്തി മാത്രം മതി എന്നാണ്. പ്രഹ്ലാദൻ ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ
പ്രഹ്ലാദന്റെ മുന്നിൽ ഇങ്ങനെ നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പ്രഹ്ലാദനായ ആ കുഞ്ഞ് പറയുന്നത് അത് തന്നെയാണ്. എല്ലാം ആരാണ് ഭഗവാനെ അന്വേഷിക്കുന്നത് അവർക്കെല്ലാം വേണ്ടത് ഏകാന്ത ഭക്തിയാണ്. ഭഗവാനോടുള്ള ഭക്തി മാത്രമാണ് ആവശ്യം, ഏറ്റവും പരമപ്രധാനം. എങ്കിലേ അചഞ്ചലമായ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ ലഭിക്കൂ. ഭഗവാനെ ലഭിച്ചാൽ പിന്നെ എന്ത് വേണം? ഇവിടെയുള്ളതെല്ലാം നമുക്ക് അധീനമാണ്. പിന്നെ നമുക്ക് ഭൗതിക ജീവിതം തുഴയാനുള്ള എല്ലാ ഉപാധികളും ഭഗവാൻ തരും. ആത്യന്തികമായിട്ടും എനിക്ക് വേണ്ടത് ഭക്തിയാണ്. ഭക്തിയിലൂടെ ഭഗവാനെയാണ് വേണ്ടത്. അല്ലാതെ എനിക്ക് ഇവിടെ നടക്കുന്ന ഓരോ ആവശ്യങ്ങളും നടത്തി തരാൻ അന്നേരം ഓരോ കാര്യം സാധിച്ചു തരൂ കൃഷ്ണ എന്നല്ല പറയേണ്ടത്. ആദ്യമായും അവസാനമായും ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടത് ഭഗവാനെയാണ്. അത് ലഭിക്കാനാണ് ഏകാന്ത ഭക്തി വേണ്ടത്. ആ ഭക്തിയിലൂടെ ഭഗവാനെ ലഭിക്കുന്ന വ്യക്തിക്ക് പിന്നെ മുക്തി സിദ്ധിക്കും എന്നതിന് വല്ല സംശയവുമുണ്ടോ എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു ചോദിക്കുന്നു. ആ മുക്തി ലഭിക്കുക എന്ന് വെച്ചാൽ മരിച്ച് മുക്തി നേടുക എന്നല്ല. ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ മുക്തരായിട്ട്, എല്ലാത്തിൽ നിന്നും മുക്തരായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങളിൽ നാം വ്യാപരിക്കുമ്പോഴും കർമ്മഫലം ഞാൻ അനുഭവിക്കുന്നു എന്ന തോന്നൽ വരാതെ അതെല്ലാം ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന ധാരണയോടുകൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നാം കർമ്മത്തെക്കുറിച്ചോ കർമ്മഫലത്തെക്കുറിച്ചോ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. നമ്മൾ കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മഫലം ഭഗവാൻ തരും. ഭഗവാൻ തരുന്ന ആ കർമ്മഫലം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഗുണമായിരിക്കും, വിജയകരമായിരിക്കും എന്ന ഉറച്ച വിശ്വാസം. ആ വിശ്വാസമാണ് എപ്പോഴും വേണ്ടത്. ഭക്തിയിലേക്ക് വരുമ്പോൾ ഭഗവാൻ പല പരീക്ഷണങ്ങൾ തരുമ്പോൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാതെ ഇരിക്കുമ്പോൾ നാം കരുതും ഭഗവാൻ ഇവിടെ ഇല്ല, എന്നിൽ നിന്ന് അകന്നുപോയി, ഭഗവാനെ കൊണ്ടൊരു ഗുണവുമില്ല, ഞാൻ ഭഗവാനെ വിളിച്ചിട്ടും ഭഗവാൻ തിരിഞ്ഞുപോലും നോക്കുന്നില്ല, ഇവിടെ ഭഗവാനുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ആ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സംസാരിക്കുന്ന പലതുമാണ് മറ്റുള്ള വിശ്വാസികളെ പോലും ഭഗവാനിൽ നിന്ന് അകറ്റുന്നത്. അപ്പോൾ വിശ്വാസമാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. എന്നെ ഭഗവാൻ രക്ഷിക്കും, എന്നെ ഭഗവാൻ രക്ഷിക്കാൻ ഭഗവാനേ മാത്രമുള്ളൂ. ആ സമർപ്പണ ബുദ്ധിയാണ് നമുക്ക് എല്ലാറ്റിനേക്കാളും അവസാനവും ആദ്യവും വേണ്ടത്. ഭക്തിയുടെ ഏറ്റവും ആത്യന്തികമായ ഒരു അവസ്ഥ സമർപ്പണമാണ്. അവസാനത്തെ ഒരു ആശ്രയം അതാ ഏറ്റവും ആദ്യം അത് വന്നു കഴിഞ്ഞാൽ, ആ സമർപ്പണം ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ നവവിധമായ കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ വരും. ആദ്യം ഭഗവാനോട് സമർപ്പണ ബുദ്ധിയാണ്. കാരണം വിശ്വാസമുണ്ടെങ്കിലല്ലേ സമർപ്പിക്കാൻ പറ്റൂ. ഭഗവാൻ എന്നെ രക്ഷിക്കാൻ, എൻ്റെ തലമുറയെ രക്ഷിക്കാൻ, എൻ്റെ കർമ്മങ്ങളെയൊക്കെ രക്ഷിക്കാൻ, നേർവഴിക്ക് കൊണ്ടുപോകാൻ പരമമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ആശ്രയമാണ് എൻ്റെ ഭഗവാൻ. ഭഗവാൻ കഴിഞ്ഞേ എനിക്ക് മറ്റാരുമുള്ളൂ. ഭൂമിയിൽ കാണുന്ന എല്ലാ മനുഷ്യരും ഞാൻ ബന്ധപ്പെടുന്ന എല്ലാവരും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ തന്നെയാണ്. അവരിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെല്ലാം മൃതപ്രായരായി പോവും, വെറും ജഡമായി മാറും. അപ്പോൾ ആ ജഡമായിട്ടിരിക്കുന്ന എല്ലാവരെയും ജീവിപ്പിക്കുന്ന ഭഗവാൻ തന്നെയാണല്ലോ എൻ്റെ ഏക ബന്ധു. ആരെ ആ മനുഷ്യരെ ആശ്രയിച്ചാലും അവരെ ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. അപ്പോൾ ആ ഏക ആശ്രയമായി മാറുന്ന ഭഗവാനെ ഞാൻ നേരിട്ട് ആശ്രയിക്കുമ്പോൾ അതിലൂടെ ഭഗവാൻ എനിക്ക് എല്ലാ സർവസ്വവും തരും എന്നുള്ള ഉറപ്പുള്ള ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലൂടെയാണ് ഭക്തിയിലേക്ക് നമ്മൾ കടക്കുന്നത്. വിശ്വാസമില്ലാതെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് തരും ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ആ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഭഗവാനുമില്ല, ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. വിശ്വാസമാണ്. ഏതൊരു വ്യക്തി വിശ്വസിച്ചിറങ്ങുന്നു അവനെ ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് സമർപ്പണം. മറ്റങ്ങ് ഒരു ആശ്രയമില്ലാതെ വരുമ്പോൾ ഭഗവാനാണ് എനിക്ക് പൂർണ്ണ ആശ്രയം എന്നുള്ള സമർപ്പണമില്ലാത്തവരാണ് ഭഗവാൻ ഇല്ല, അല്ലെ ഭഗവാൻ എന്നെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. സമർപ്പിക്കണം. എന്നിൽ ഇരിക്കുന്ന എല്ലാറ്റിനെയും ഞാൻ ഭഗവാന് സമർപ്പിക്കണം. ഞാനൊന്നുമല്ല. ആ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ആർക്കും സമർപ്പിക്കാൻ പറ്റാത്തത്. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സംഭവങ്ങൾ, എൻ്റെ കുടുംബം, വീട്, ഞാൻ അത് എൻ്റേതെന്ന് പറയുന്നതല്ല ആരുടേതാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ സമർപ്പണം താനേ ഉണ്ടായിക്കൊള്ളും. ആ സമർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാനെ സമീപിച്ചാൽ ഏതൊരു വ്യക്തിക്കും പൂർണ്ണമായ ഭക്തിയും ഭഗവാന്റെ അനുഗ്രഹവും അവസാനം കൈവല്യ പദത്തിൽ ഭഗവാൻ ഉയർത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സും ഭക്തിയും ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു.